പ്രീതി സിന്ധ കുംഭമേളയ്ക്ക് പോയതോടുകൂടി പ്രീതി സിന്ധയ്ക്ക് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരുടെ എക്സിലും മറ്റുള്ള മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയാണ്. അവരുടെ കടങ്ങളൊക്കെ എഴുതി തള്ളി, 18 കോടിയുടെ കടം മോദി എഴുതി തള്ളി എന്ന് പറഞ്ഞ് അവർ മോദിയെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്, ട്വിറ്ററിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും പ്രീതിയുടെ മേലിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനുള്ള ഒരു പെട്ടെന്നുള്ളൊരു കലിപൂണ്ടൽ? പ്രീതി സിന്ധയുടെ 18 കോടി വായ്പ ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് എഴുതിത്തള്ളി എന്നാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് ഇട്ട പോസ്റ്റ്. ഇത് വ്യാജ വാർത്തയാണിത്. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഇങ്ങനെ ഈ പോസ്റ്റ് ഇടാനുള്ള കാരണം ഇപ്പോൾ പ്രയാഗ്രാജിൽ പോയി കുംഭമേളയിൽ സ്നാനം ചെയ്തു പ്രയാഗ്രാജിൽ പ്രീതി സിന്ധ. അതിനുശേഷം ഫെബ്രുവരി 21 പ്രീതി സിന്ധയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ മോദിയെ പറ്റി നല്ല വാചകങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ട്രോളുകൾ അവർക്കെതിരെ വന്നപ്പോൾ അവർ ചോദിച്ചു, പ്രധാനമന്ത്രിയെ പറ്റി നല്ലത് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭക്തൻ, നിങ്ങൾ അഭിമാനിയായ ഹിന്ദുവോ ഇന്ത്യക്കാരനോ ആയാൽ അന്ധഭക്തൻ. ഇങ്ങനെ സിന്ധ്യ പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഹിന്ദു ആയതിൽ പ്രീതി സിന്ധ അഭിമാനിക്കുന്നു. പക്ഷെ അങ്ങനെ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ BJP ഭക്തരാണെന്ന് ആരോപിക്കുന്നു. അതായത് അവർ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ അവരൊരു അന്ധയായ ഭക്ത എന്നാരോപിക്കുന്നു. ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാലും അവരൊരു അന്ധഭക്തയാണ് എന്ന് ഈ ഇടതുപക്ഷക്കാർ, ഇസ്ലാമിസ്റ്റുകൾ, ഈ കോൺഗ്രസ്സുകാർ അവരൊക്കെ ആരോപിക്കുന്നു. ഇതാണ് പ്രീതി സിന്ധ പറയുന്നത്, പോസ്റ്റിലൊക്കെ പറയുന്നത്. വളരെ ദീർഘമായ പോസ്റ്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ മോദിയെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ പ്രീതി സിന്ധയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഉദാഹരണത്തിന് ആർഫ ഖാനും ഷെർവാണി പറഞ്ഞു, പ്രീതി ഇങ്ങനെ മോദിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബോളിവുഡിലേക്ക് ഇനിയും നടിയായിട്ട് മടങ്ങാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അവർ ബോളിവുഡിലേക്ക് മടങ്ങാനൊന്നും പോകുന്നില്ല. ഇനി മടങ്ങിയാൽ തന്നെ വല്ല വൃദ്ധവേഷങ്ങളിലൊക്കെ അല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ആ കാലമൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞല്ലോ. അത്രയും ബോധമൊക്കെ അവർക്കുണ്ട്. അവരിപ്പോ ഒരു നല്ല ബിസിനസ്സുകാരിയും കൂടെയാണല്ലോ. അവർ ബിസിനസ്സുകാരിയാണെന്ന് മാത്രമല്ല, അവരുടെ ഭർത്താവ് അമേരിക്കക്കാരനാണ്, ജീൻ ഗുഡീനോ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. കച്ചവടം ഒക്കെ നന്നായിട്ട് അനാലിസിസ് ചെയ്യാനുള്ള ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ ഈ മണി ലൈഫ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു മീഡിയയിലാണ് ഈ 18 കോടി വായ്പ ഇവരുടെ എഴുതി തള്ളി എന്നുള്ളത് കുറച്ച് കാലം മുമ്പ് ഒരു വ്യാജവാർത്ത വന്നിരുന്നു. ആ വ്യാജവാർത്ത വീണ്ടും പോസ്റ്റ് ചെയ്യാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചെയ്തത്. അത് KPCC ഏറ്റെടുക്കുകയാണ് ചെയ്തത്. KPCC എന്ന് പറഞ്ഞാൽ കെ സുധാകരനും VD സതീശനും ഒക്കെ ആണല്ലോ. ഇനി PR-മാരായിരിക്കുമല്ലോ ഇത് ചെയ്തിട്ടുണ്ടാവുക. അതെ, അവർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു വായ്പ അവർക്കില്ല, അത് എഴുതിത്തള്ളിയിട്ടില്ല. ഇനി എഴുതിത്തള്ളിയത് സ്വകാര്യമായിട്ട് VD സതീശനോ മറ്റോ ആയിരിക്കണം, എന്നാലേ ഈ സംഗതി ശരിയാവുള്ളൂ. ഇല്ലാത്തൊരു വായ്പ VD സതീശനും സുധാകരനും കൂടി എഴുതിത്തള്ളിയതായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങൾ. ഇപ്പോൾ പഞ്ചാബ് കിങ്സിൻ്റെ ഉടമയാണ് അവർ, IPL ടീം, ക്രിക്കറ്റ് ടീം, സഹ ഉടമ, വേറെയും ഉടമയുണ്ട്. അപ്പോൾ ഈ പ്രയാഗ്രാജിൽ പോയിട്ട് കുംഭമേളയിൽ സ്നാനം ചെയ്ത ശേഷം അവർ ആ സ്നാനം ചെയ്യുന്നൊരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞിരുന്നു, എല്ലാ റോഡും പ്രയാഗ്രാജിലേക്ക്, സത്യം ശിവം സുന്ദരം എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് മുതലാണ് ഇവർക്ക് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്, കോൺഗ്രസ്സുകാർക്കും ഇസ്ലാമിസ്റ്റുകൾക്കും മാർക്സിസ്റ്റുകൾക്കും ഒക്കെ. മാർക്സിസ്റ്റുകൾക്ക് ചൊറിച്ചിൽ ഇത്തിരി കൂടുതലാണ്. CK വിനോദ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഫുട്ബോൾ കളിച്ചിരുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, അവിടെ മുഴുവൻ നാറ്റമാണ്, വൃത്തികെട്ട വെള്ളമാണ്, കുടിച്ചാസുഖം വരും, ചൊറി വരും. അത് ഇയാളുടെ മനസ്സിലാണ് ഈ ചൊറിച്ചില്. ഇയാള് മറ്റേ AG's ഓഫീസിൽ ജോലിക്കാരനായിരുന്നു. ഇയാൾ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കേന്ദ്രം പിരിച്ചുവിട്ടു. അയാൾക്ക് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് ജോലി കൊടുത്തു. അതുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നതിന്റെ അതാണ് പിരിച്ചുവിട്ടുള്ള പക തീർത്തതാണ്. ഓരോരുത്തർക്കും ഓരോരോ കുഴപ്പമാണല്ലോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണത്. അപ്പോൾ KPCCയുടെ പോസ്റ്റിൽ പറഞ്ഞത്, പ്രീതിയുടെ
സോഷ്യൽ മീഡിയ ഹാൻഡിൽ BJPക്ക് കൈമാറി. അതുകൊണ്ട് 18 കോടി രൂപ വായ്പ കഴിഞ്ഞ ആഴ്ച തള്ളി എന്നാണ് KPCCയുടെ പോസ്റ്റ്. ഈ 18 കോടിയുടെ വായ്പ കഴിഞ്ഞ ആഴ്ച തള്ളിയോ, അതായത് ന്യൂ ഇന്ത്യ കോപ്പറേറ്റീവ് ബാങ്ക് തള്ളിയോ എന്നുള്ളതാണല്ലോ വിഷയം. അങ്ങനെ ഒരു സംഭവം ഇല്ല. വെറുതെ എഴുതി തള്ളാൻ പറ്റുമോ ഏതെങ്കിലും ബാങ്കിന് 18 കോടി രൂപ? കരുവന്നൂർ ബാങ്കിന് പോലും എഴുതി തള്ളാൻ പറ്റുമോ? ഒരു വായ്പ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കുക എന്നല്ലേ അല്ലേ? ബാങ്കിന് സർഫാസി ആക്ട് സഹകരണ ബാങ്കുകൾക്കും ബാധകമാണ്, റിസർവ് ബാങ്കിന്റെ. അപ്പോൾ 3 മാസം തന്നെ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഉടനെ നോട്ടീസ് വരാൻ തുടങ്ങില്ല ആളുകൾക്ക് ഉടനെ അയക്കണമെന്ന്. 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡിമാൻഡ് നോട്ടീസ് വരും, പിന്നെ ജപ്തി ചെയ്യും. അങ്ങനെയല്ലേ? അത് പ്രീതിസിന്റെ എല്ലാ പടച്ചോന്റെ ആയാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. സഹകരണ ബാങ്കുകളും അങ്ങനെയാ ചെയ്യുക. എഴുതിത്തള്ളുന്ന പരിപാടിയൊന്നുമില്ല. കാർഷിക കടങ്ങളൊക്കെയാണ് വല്ലപ്പോഴും ഒക്കെ, അത് കേന്ദ്ര തീരുമാനം വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ്. അല്ലാത്ത നടിമാരെയും നടന്മാരെയും ഒന്നും എഴുതിത്തള്ളാനായിട്ട് ഒരു നിയമവും ഇല്ല, നടക്കുകയില്ല ഇത്. അപ്പോൾ ഇത് കണ്ടിട്ട് പ്രീതി സിന്ധ പോസ്റ്റ് ഇട്ടു, ഞാൻ തന്നെ ആണ് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്, ഞാനത് ആർക്കും കൈമാറിയിട്ടില്ല. ഇത് വ്യാജ വാർത്തയായിരുന്നു. ഈ നാണം കെട്ടവരെ ഇറക്കി വിട്ടിരിക്കുന്നത് വ്യാജ വാർത്തയാണ്. ആരും എൻ്റെ വായ്പ എഴുതി തള്ളിയിട്ടില്ല. രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം വ്യാജ വാർത്ത പ്രോത്സാഹിപ്പിക്കുന്നത് നാണക്കേടാണ്. കോൺഗ്രസ് ചെയ്തത് നാണക്കേടാണെന്ന്. വായ്പ പണ്ട് എനിക്കൊരു വായ്പ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്ത് തീരുകയും ചെയ്തു. അത് തിരിച്ചടച്ചു മുഴുവൻ. 10 വർഷം മുമ്പായിരുന്നു തിരിച്ചടച്ചത്. 10 വർഷം മുമ്പ് എഴുതി തള്ളിയിട്ടില്ല, തിരിച്ചടച്ചു 10 വർഷം മുമ്പ്. ഇത് മണി ലൈഫ് എന്ന് പറഞ്ഞ മാധ്യമത്തിലാണല്ലോ വന്നത്. ഈ മണി ലൈഫിന്റെ മാനേജിങ് എഡിറ്റർ സുജേത ദലാൽ, ഇവര് മുമ്പ് നന്നായിട്ട് ഈ ഫിനാൻസ് കൈകാര്യം ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്, പത്രമാസികളിലൊക്കെ സുജേത ദലാൽ. അപ്പോൾ അവരാണ് അതിന്റെ മാനേജിങ് എഡിറ്റർ. എന്നിട്ടാണ് ഈ വ്യാജ വാർത്ത ചെക്ക് ചെയ്യാതെ ഫോൺ എടുത്തിട്ട് ഇവരൊന്ന് വിളിച്ചാൽ പോരെ, ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് പ്രീതി സിന്ധയോട്. നമ്മൾ പത്രപ്രവർത്തനം കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ഞാൻ കൈകാര്യം ചെയ്ത് നോക്കിയാണ് വിളിച്ച് ചോദിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട് ശരിയാണോ എന്ന്. നമ്മൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വാർത്ത ഇല്ലാതാവും. കാരണം ഇങ്ങനൊരു സംഭവം ഇല്ല, വ്യാജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. വ്യാജ വാർത്തയൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ വ്യാജ വാർത്തയാണെന്ന് എഴുതണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെയും ഫോണിൽ വിളിക്കണ്ട, അവരുടെ പ്രതികരണവും ചോദിക്കണ്ട, ചുമ്മാ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. കേസ് കൊടുക്കുമ്പോൾ പിടി വീഴുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മാനനഷ്ട കേസിൽ അധികം പേരൊന്നും ശിക്ഷിച്ച ചരിത്രമില്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സുജേത ദലാലിനെ അഭിസംബോധന ചെയ്തിട്ടൊരു പോസ്റ്റ് പ്രീതി സിന്ധ ഇട്ടിട്ടുണ്ട്. അന്വേഷിക്കാതെ എഴുതുന്ന എല്ലാ മാപ്രകളെയും ഞാൻ പുറത്തു കൊണ്ടുവരും, എക്സ്പോസ് ചെയ്യും, പേരുകൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ സൽകീർത്തി നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ നിങ്ങളുടെ സൽകീർത്തി എനിക്കും പ്രശ്നമല്ല, അതുകൊണ്ട് പുറത്തു കൊണ്ടുവരും. ഇനിയെങ്കിലും ഇത്തരം വാർത്തകൾ എഴുതുമ്പോൾ ഇനി അടുത്ത തവണ മുതൽ എന്നെ വിളിക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് അവർ കുറച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ട്, ആദരണീയരായ മാധ്യമപ്രവർത്തകർ പോലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മാപ്പ് പറയുന്നില്ല. കോടതിയിൽ പോയി പണം മുടക്കി ഞാൻ തന്നെ കേസ് കൊടുത്ത് ഇവരെയൊക്കെ കൊണ്ട് മാപ്പ് പറയിക്കേണ്ട ഗതികേടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാപ്പും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് പ്രീതി സിന്ധയുടെ 18 കോടി വായ്പയുടെ കഥ. പ്രീതി സിന്ധ ഒരു വായ്പ പണ്ട് അവർക്ക് ഉണ്ടായിരുന്നു ബാങ്കിൻ്റെ, അത് 10 കൊല്ലം മുമ്പ് തിരിച്ചടച്ചു. ഇപ്പോൾ സുജേത ദലാൽ മണി ലൈഫിൽ എഴുതി BJP തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവർ വിട്ടുകൊടുത്തപ്പോൾ 18 കോടി BJP ആ ബാങ്കിനെ കൊണ്ട് തള്ളിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യാജ വാർത്ത. കഷ്ടമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം അല്ലേ? എത്രയോ മാധ്യമപ്രവർത്തകരെ സുധാകരനും VD സതീശനും ഒക്കെ നിരന്തരം കാണുന്നതാണ്. അവരുടെയൊക്കെ ഹൈക്കമാൻഡായ KC വേണുഗോപാലും ജീവിക്കുന്നത് മാധ്യമപ്രവർത്തകരെ കൊണ്ടല്ലേ, ഇന്റർവ്യൂ കൊടുത്തും അല്ലാതെയൊക്കെ അല്ലേ ജീവിക്കുന്നത്. വേണുഗോപാലിനെയൊക്കെ എത്ര കാലം മുമ്പേ ഞാൻ കണ്ടു തുടങ്ങിയതാണ്, MLA ആകുന്നതിന് മുമ്പേ അറിയാം. എന്നിട്ട് ഇവർ നയിക്കുന്ന കോൺഗ്രസ്, ഇവർ മറ്റുള്ള
മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രോഷം കൊള്ളാറുണ്ടല്ലേ, പ്രത്യേകിച്ച് സതീശൻ. എന്നിട്ട് കോൺഗ്രസ് തന്നെ ഒരു വ്യാജ വാർത്തയെ പ്രോത്സാഹിപ്പിച്ച കഥയാണ് ഈ പ്രീതി സിന്ധയുടെ ഇപ്പോഴത്തെ പ്രീതി സിന്ധ എന്തായാലും കേരളത്തിലെ കോൺഗ്രസിനെ ഒന്ന് പൊളിച്ചടുക്കി, കള്ളത്തരം പറച്ചില്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.